എല്ലാവർക്കും നമസ്കാരം. Again, I'm Lakshman Kumar, your happiness coach. First of all, before we start off with the video, എനിക്ക് വലിയൊരു താങ്ക്സ് എല്ലാവരോടും പറയണം. Because of making my first video a great success. Because the kind of wishes I got, kind of support, the kind of motivation you all are giving actually is helping in my path to creating an awareness of happiness in people's life. That is a great start. Thank you once again from the bottom of my heart. So നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു തോട്ടിലാണ് നിർത്തിയത് അല്ലേ? നമ്മളൊരു തോട്ട് എവിടെയാണ് നിർത്തിയത്? ഹാപ്പിനെസ്സിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്കുകൾ പറയുന്നത് ഓർ സ്റ്റഡീസ് പ്രൂവ് ചെയ്തേക്കുന്നത്, സയൻറ്റിഫിക് സ്റ്റഡീസ് പ്രൂവ് ചെയ്തേക്കുന്നത് 95% ഓഫ് ദ തോട്ട്സ് ഹാപ്പൻസ് ഇൻ സബ് കോൺഷ്യസ് ലെവൽ. അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലെന്നുള്ളതാണ്, കൺട്രോൾ ഇല്ലെന്നുള്ളതാണ്. ചിന്തകൾ വരുന്നു, നമ്മൾ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഇത് എവിടെ നിന്നാണ് ഇത്രയും ചിന്തകൾ വരുന്നത്. ഈവൻ ടുഡേ വെൻ ഐ വാസ് ഡിസ്കസിങ് വിത്ത് എ പേഴ്സൺ ഓൺ ദിസ് problems. So he was telling me, I was just chanting. ഞാനൊരു ചാൻറ്റിങ് ചെയ്യായിരുന്നു, പക്ഷെ എനിക്ക് ഏത് സമയത്തും ചിന്തയാണെന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ ചിന്തകൾ ഇത്രയും കയറി വരുന്നു? The only reason why it is because we are unaware of. നമുക്ക് എവിടെയോ ഇതിനെക്കുറിച്ചൊരു അവെയർനെസ് ഇല്ല. നമ്മൾ എന്തൊക്കെ ടൈപ്പ് ചിന്തകൾ നമുക്ക് വരുന്നു, എന്തുകൊണ്ട് അത് വരുന്നു, ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് നെഗറ്റീവ് ബയസ് എന്ന് പറയും. നമ്മുടെ ചിന്തകൾ ഒരു നെഗറ്റീവ് പാറ്റേണിലേക്ക് കയറും. ആസ് സെഡ്, കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആസ് സെഡ് ഒരു 6000 മുതൽ 60,000 വരെയാണ് ഒരു ദിവസത്തെ നമ്മുടെ തോട്ട്സ്. ഈ തോട്ട്സിൽ ഏകദേശം 90% നമ്മൾ ഇന്നലെ ചിന്തിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നലെ ചിന്തിച്ച അതേ കാര്യങ്ങൾ നമ്മൾ പിന്നെയും ചിന്തിക്കുന്നു. അതിലുപരി 80% ഈ ചിന്തകളിൽ വളരെ നെഗറ്റീവും അത് നമ്മളെക്കുറിച്ച് പോലും അല്ലാത്തതാണ്. സോ ഇന്നിടെ നമ്മൾ പറയാറില്ലേ, ഓ അങ്ങനെയൊന്നുമില്ല, ഞാൻ വിൽഫുള്ളി ചിന്തിക്കുകയായിരുന്നു, ഞാനൊരു പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെയുള്ളത് വെറും 5%. ബാക്കിയുള്ള 95% തോട്ട്സ് ഇന്നേടെ നമ്മുടെ കൺട്രോളിലല്ല. സോ ഐ തിങ്ക് യു ആർ ഗെറ്റിംഗ് ദ ഗ്രാവിറ്റി ഓഫ് അവർ പ്രോബ്ലംസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും. നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ പകുതി സമയം ഡ്രൈവിംഗ് ഹാപ്പൻസ് സബ് കോൺഷ്യസ് ലെവലിലാണ്. ഡ്രൈവിങ് നമ്മുടെ കയ്യിലേ അല്ല, നമ്മൾ ആ സമയത്ത് മുഴുവൻ ചിന്തിക്കുകയാണ്. പലർക്കുമുണ്ട് ആ എക്സ്പീരിയൻസ്. ഈവൻ ഞാൻ ഇതിലൂടെ കടന്നു പോയ ഒരാളായത് കൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. നമുക്ക് എല്ലാവരും, നമ്മൾ ചർച്ച ചെയ്യുന്ന എല്ലാവർക്കും ഈ പറയുന്ന എവിടെയൊക്കെയോ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ തോട്ട് പാറ്റേൺ, അല്ലെങ്കിൽ ഒരു ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാം. ബിക്കോസ് നമ്മുടെ കൺട്രോളിലല്ല നമ്മുടെ ലൈഫ്, നമ്മുടെ ചിന്തകൾ നമ്മുടെ കയ്യിലല്ല, നമ്മുടെ ബിഹേവിയർ നമ്മുടെ കയ്യിലല്ല. നമ്മൾ പൊട്ടിത്തെറിച്ചതിന് ശേഷം നമ്മൾ പറയും, പക്ഷെ അത് ചെയ്യണ്ടായിരുന്നു എന്ന് പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ തോട്ട്, ഇന്നത്തെ സെക്കൻഡ് തോട്ട്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തോട്ട് വരാം? ഇതിൽ ഒരു സ്റ്റെപ്പ് മാത്രം ഞാനിപ്പോൾ പറയാം, ബാക്കിയുള്ളത് വി വിൽ ബി ഡിസ്കസിങ് ഇൻ ദി നെക്സ്റ്റ് എപ്പിസോഡ്. സോ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് അവെയർനെസ്. ആർ വി അവെയർ ഓഫ് അവർ തോട്ട്സ്? നമ്മൾ ഓരോ മൊമെൻറ്റിലും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉത്ഭവിക്കുന്ന ഒരു തോട്ടിനെ കുറിച്ച് അവെയറാണോ? നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആവുമ്പോൾ നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് അവെയറാവും. എന്തുകൊണ്ട് എനിക്കിപ്പോൾ ദേഷ്യം വരുന്നു, എന്തുകൊണ്ട് എനിക്കിപ്പോൾ വിഷമം വരുന്നു. മൂന്നാമതായി നമ്മുടെ ബിഹേവിയർ. നമ്മൾ അറിയാതെ പൊട്ടിത്തെറിക്കുക, നമ്മൾ അറിയാതെ വഴക്ക് പറയുക, നമ്മൾ അറിയാതെ കണ്ണുകൾ നിറയുക. ഈ സംഭവമെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ the powerful tool is awareness. ഇത് ഇപ്പോൾ ഉണ്ടായ ഒരു കോൺസെപ്റ്റ് അല്ല. About 2500 years ago, when Buddha introduced Vipassana technique, ബുദ്ധ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, you should be aware of yourself. You should be aware of each and every part of your body and mind എന്നാണ് പറയുന്നത്. സോ ഈ തോട്ട്സിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് അവെയർ ആവുന്നില്ല?
നമ്മുടെ നിത്യജീവിതത്തിലെ നമ്മളുടെ ഓട്ടത്തിൻ്റെ ഇടയിൽ ഇതിന് പോലും നമുക്ക് സമയം കിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇത് വേണ്ട. നിങ്ങളെല്ലാവരും നാളെ ഒരു ദേഷ്യം വരുന്ന പോലെ എന്തെങ്കിലും ചിന്ത വരികയാണെങ്കിൽ മൊമെൻറ്റിൽ പോസ് ചെയ്യുക. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ആ ചിന്ത എന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഒറ്റ അവെയർനെസ് വലിയ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യും. ഈ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ്. And it's me, Lakshman Kumar, once again signing off. And do help me by subscribing to my YouTube channel and always support me with your whole heart. Thank you once again.